തമിഴ്നാട്ടിൽ അപ്രതീക്ഷിത രാഷ്ട്രീയ നീക്കങ്ങൾ. വിജയെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് ഉപാധികൾ വെച്ചു. നാളെ വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തേക്കും. 9 ക്യാബിനറ്റ് മന്ത്രിമാരും അധികാരമേൽക്കും. AIDMKയിൽ പൊട്ടിത്തെറി. കൂടുതൽ MLA-മാർ പാർട്ടി വിടാൻ സാധ്യത. ബംഗാളിൽ ദീദി നാടകം തുടരുന്നു. അധികാരമൊഴിയില്ലെന്ന് മമത, താൻ തോറ്റിട്ടില്ലെന്ന് പ്രഖ്യാപനം. സത്യപ്രതിജ്ഞയുമായി മുന്നോട്ടു പോകാൻ BJP. ചരിത്ര വിജയത്തിൽ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് അമേരിക്കൻ പ്രസിഡന്റ്. പശ്ചിമബംഗാളിലെ വൻ വിജയത്തോടെ ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ വൻ മേധാവിത്വം നേടി BJP. രാജ്യത്തെ 22 പ്രദേശങ്ങളിൽ NDA ഭരണം. BJPക്ക് സ്വന്തമായുള്ള മുഖ്യമന്ത്രിമാരുടെ എണ്ണം 17. BJPയുടെ സ്വാധീനം ഭൂവിസ്തൃതിയുടെ 74%-ലും ജനസംഖ്യയുടെ 69%-ലും. മഞ്ചേശ്വരത്ത് CPM വോട്ടുകൾ ചോർന്നത് ലീഗിലേക്കോ? 2021 അപേക്ഷിച്ച് CPM-ന് കുറഞ്ഞത് 20,000-ഓളം വോട്ടുകൾ. മുസ്ലിം ന്യൂനപക്ഷ ഏകീകരണവും തോൽവിക്ക് കാരണമായത് BJP. കോന്നിയിൽ BJP കോൺഗ്രസ് ഡീലെന്ന് KU ജനീഷ് കുമാർ. ഇറാനെതിരായ സൈനിക നടപടി താൽക്കാലികമായി നിർത്തിവെച്ചെന്ന് അമേരിക്ക. ഹോർമുസ് പൂർണ്ണമായും തുറക്കാനുള്ള നടപടികൾ തുടരും. ഇറാനെതിരായ നാവിക ഉപരോധത്തിൽ മാറ്റമില്ല. പ്രകോപനം തുടർന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ട്രംപ്. US-ന്റെ സൈനിക വിമാനം പേർഷ്യൻ കടലിടുക്കിൽ വെച്ച് കാണാതായി. സിഗ്നലുകൾ നഷ്ടമായത് ഖത്തറിന് മുകളിൽ വെച്ച് അപായ സൂചന മുഴക്കിയിരുന്നുവെന്ന് US. ബോയിങ് KC-135 സ്ട്രാറ്റോ ടാങ്കർ പുറപ്പെട്ടത് UAE-യിലെ അൽ ദഫ്ര വ്യോമത്താവളത്തിൽ നിന്ന്. UAE-ക്ക് നേരെ വ്യോമാക്രമണം നടത്തിയിട്ടില്ലെന്ന് ഇറാൻ. ആരോപണം തള്ളി. ഇറാനിയൻ ആക്രമണങ്ങളെ അപലപിച്ച് ഗൾഫ്. UAE-ക്ക് നേരെയുണ്ടായത് വഞ്ചന. AI സാങ്കേതിക വിദ്യ മനുഷ്യരാശിയുടെ സർവനാശത്തിന് കാരണമാകുമെന്ന് മുന്നറിയിപ്പ്. SpaceX, ടെസ്ല, XAI മേധാവികൾ കോടതിയിൽ മൊഴി നൽകി. US കമ്പനി ആന്ത്രോപിക്കിന്റെ ക്ലൗഡ് മിത്തോസ് AI ടൂളിനെതിരെ മുന്നറിയിപ്പ് നൽകിയ രാജ്യങ്ങൾ. ക്ലൗഡ് മിത്തോസ് തൽക്കാലം പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കില്ലെന്ന് ഇന്ത്യയും US-ഉം. AI ഉപയോഗത്തിൽ നിയമനിർമ്മാണത്തിന് അമേരിക്ക. മുഖ്യമന്ത്രി ചർച്ചകൾ വേഗത്തിലാക്കി കോൺഗ്രസ്. ഹൈക്കമാൻഡ് നിരീക്ഷകർ ഉടൻ കേരളത്തിൽ. AICC നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്താൻ രമേശ് ചെന്നിത്തല ഡൽഹിയിൽ. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം നാളെ. CPM CPI സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്ന്. തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി പരിശോധിക്കും. നേതൃത്വങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഒരു വിഭാഗം. മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടേക്കും. പാചകവാതക വില വർധനയ്ക്കെതിരെ കടുത്ത പ്രതിഷേധത്തിലേക്ക് ഹോട്ടൽ ഉടമകൾ. സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ച് പ്രതിഷേധം. നടപടിയില്ലെങ്കിൽ അനിശ്ചിതകാല സമരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.